കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. നാം ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത് പരമപ്രധാനമായ ഒരു മുഹൂർത്തത്തെ ചൊല്ലിയാണ്. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ആവിഷ്കരിച്ച് പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ ആരംഭിച്ച് മുടങ്ങാതെ നടന്ന് 22ാമത്തെ വർഷമാണ് ഇപ്പോൾ. ഇതിനിടയിൽ ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം എന്ന് പറയുന്ന അതിമഹത് പുണ്യ സംരംഭത്തിന് പലതരത്തിലുള്ള പ്രചാരവും ഖ്യാതിയുമെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നടക്കുന്നതായ തത്വപ്രചരണ ആ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്ത് തന്നെ പലരും അറിഞ്ഞു കാണും. അതിനെല്ലാം ഒരു മൂർത്തിമത് ഭാവം കൊടുത്ത് കുറച്ചും കൂടിയും കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ സാധിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെ സഭാനികേതൻ നിർമ്മിക്കപ്പെട്ടത്. കല്ലാവുമ്പോൾ അത് വളരെ കാലം ഒരു കേടും കൂടാതെ ഇരുന്നോളൂല്ലോ. എത്ര കാലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു കല്ല് എന്നുള്ള നിലയ്ക്ക് ഒരു പ്രതീകം, മഹാവിഷ്ണുവിൻ്റെ പ്രതീകം ഉണ്ടാക്കി അത് ജനങ്ങൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുക, ആരാധനയോ അല്ലെങ്കിൽ മനസ്സിലുള്ളതിനോ, അതാണ് നമ്മുടെ ഉദ്ദേശം. പരമമായ സത്യം എന്താ? ഈ പരമമായ സത്യം ഈ കാണുന്നതൊക്കെ അപരമാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതാണ്. വാസ്തവത്തിൽ ഇന്ദ്രിയങ്ങളും ശരീരവും രണ്ടും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാക്കിയ ദ്രവ്യമയ കോശമാണ്. ദ്രവ്യത്തിന് ഉണരാനോ അനുഭവിക്കാനോ സാധിക്കില്ലല്ലോ. അപ്പം മനസ്സ് പ്രവർത്തിപ്പിച്ചത് കൊണ്ടാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും ശരീരവും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഈ മനസ്സെന്ന് പറയുന്നത് മാറ്ററോ എനർജിയോ അല്ല, ഇതൊക്കെ അപരമാണ്. അതിൻ്റെ അപ്പുറത്തുള്ളതിനാണ് പരം എന്ന് പറയുക. അപ്പോൾ സാധാരണ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ട് പരിചയപ്പെടുന്നതായ ആ പരമമായ സത്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂജിക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യുക? ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ബുദ്ധിയിൽ ഗ്രഹിച്ച് ബുദ്ധി കൊണ്ട് അതിനെ പിടിച്ചു നിർത്തുക. അതാണ് ധീമഹി എന്ന് പറഞ്ഞാൽ. ഗായത്രിയിലുമുണ്ട് ആ വാക്ക്. ബുദ്ധി കൊണ്ട് നമ്മൾ അതിനെങ്ങനെ താങ്ങി തലോടി വിചിന്തനം ചെയ്ത് നിൽക്കുന്നു. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിലുള്ളത്. ആ സത്യത്തിനെ പറ്റി പറയാൻ തുടങ്ങുന്ന ഭാഗമാണ് എന്ത്? ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ. ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ജന്മം മുതൽക്ക്, ജന്മം, സ്ഥിതി, ലയം എന്നതെല്ലാം എവിടെ നിന്നുണ്ടായോ ആ പരമസത്യത്തെ നാം ബുദ്ധിയിൽ ഗ്രഹിക്കുന്നു, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു എന്നാണ് അതിനർത്ഥം. ആ സത്യം പരം ധീമഹി എന്നതാണ് നമുക്ക് പ്രമാണം. അപ്പോൾ ഇതിൽ യാതൊരു വിധത്തിലുള്ള താന്ത്രിക ചടങ്ങുകളുമില്ല. ശ്രീമദ് ഭാഗവതം മുഴുവനും വായിച്ചും പറഞ്ഞും കേട്ടും ചിന്തിച്ചും ഗ്രഹിച്ചും സാക്ഷാത്കരിക്കാനാണ്. അതുപോലെ ഈ വിഗ്രഹത്തെയും കണ്ട് അത് എന്തിൻ്റെ പ്രതീകമാണെന്ന് ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കി അവസാനം സാക്ഷാത്കരിക്കണം എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ചെമ്പ് തകിടിൽ എഴുതിയിരിക്കുകയാണ്, വളരെ നന്നായിട്ടുണ്ട് എഴുത്ത്. അതിൻ്റെ മുകളിൽ ഒരു ചെമ്പോല കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ആ പൊതിഞ്ഞതിനെയാണ് നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നത്. ഇത്
ശതാബ്ദങ്ങളോളം കേടുവരാതെ ഇരിക്കണം എന്നാണ് ഉദ്ദേശം. എപ്പോഴാണ് ഇനി അത് പൊളിച്ചെടുക്കാൻ പോണേന്ന് അറിയില്ല. അറിയുമ്പോൾ അത് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് വായിച്ചു പറയാം. സർവത്രാപി സദൈവത്വം യദി ഭാസി സ്വതേജസ സാമാന്യബുദ്ധിസ്തദ്ഭാനം അശക്തോ ജ്ഞാതുമഞ്ജസ. അങ്ങ് എല്ലാ ദിക്കിലും എപ്പോഴും ഒരുപോലെ സ്വന്തം തേജസ്സിനാൽ ഇരിക്കുന്നവനാണെങ്കിലും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ആർക്കും ആ പ്രകാശത്തെ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അസ്മിൻ വിഗ്രഹേ ദേവ വസഭക്തഹിതായ ച. അതുകൊണ്ട് ഈ വിഗ്രഹത്തിൽ അല്ലേ ദേവ, ഭക്തന്മാരെ അനുഗ്രഹിക്കാനും അവരുടെ ഹിതത്തിനും വേണ്ടി അങ്ങ് സന്നിഹിതനാകണം, വസിക്കണം. ദൃഷ്ട്വേതദ് വിഗ്രഹം സമ്യക് തത്വം ധ്യായേത് പുനഃ പുനഃ. ഈ വിഗ്രഹത്തിനെ വന്ന് കാണുമ്പോൾ അവരുടെ മനസ്സിൽ ഇതിപ്പോൾ ആരുടെ പ്രതീകമാ? പരമസത്യത്തിൻ്റെ പ്രതീകമാണ്. പരമസത്യം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതിനും ഉപരിയായിട്ടുള്ള തലം അതെവിടെയാ? ഇന്ദ്രിയങ്ങൾക്ക് ഉപരി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നർത്ഥമാണ്. പുറമേ ഉള്ളത് മുഴുവൻ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാം, ആകാശം വരെ നമുക്ക് കാണാം. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറം എന്ന് പറഞ്ഞാൽ ദേഹത്തിൻ്റെ ഉള്ളിൽ, അവിടെ ആ കാര്യത്തിനെ കുറിച്ച് അവർക്ക് ആലോചിക്കാൻ പറ്റണം. ഈ വിഗ്രഹം സത്യത്തിൻ്റെ പ്രതീകമാണ്. സത്യം ഐന്ദ്രിയത്തിന് അപ്പുറമുള്ളതാണ് എന്ന് പറഞ്ഞ് ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ തുടങ്ങി. നല്ലപോലെ തത്വത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ച് ഭൂത്വാ വിവേകയുക്തസ്വാം. കുറെ കഴിഞ്ഞാൽ അവർക്ക് മനസ്സിൽ വിവേകം വരും. ആ വിവേകം വന്നു കഴിഞ്ഞാൽ ത്വാം പശ്യേത് സർവത്ര സർവദാ. അങ്ങേ എല്ലാ ദിക്കിലും എല്ലായിടത്തും അവർക്ക് ദർശിക്കാൻ സാധിക്കണം. ഭൂത്വാ ആപ്തകാമഃ ഹൃസ്വസ്ഥോ ഹൃത്രിമസുഖീ ഭവേ. അങ്ങനെ എല്ലാ ദിക്കിലും ദർശിക്കാൻ സാധിക്കുന്നത് വഴി അവർക്ക് എന്താ ഉണ്ടാവേണ്ടത്? ആപ്തകാമന്മാരാവണം. അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി ഇനി എനിക്ക് ഒന്നും വേണ്ട, കൊടുക്കാനുമില്ല മേടിക്കാനുമില്ല എന്ന് തോന്നി ആപ്തകാമത്വം വന്ന് ഹൃസ്വസ്ഥ, അവരുടെ ഹൃദയത്തിൽ തന്നെ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയണം. അകൃത്രിമ സുഖീ ഭവേ. അങ്ങനെ വരുമ്പോൾ അവർക്കുണ്ടാവുന്ന സുഖം ഉണ്ടാക്കി തീർക്കുന്ന സുഖമല്ല, മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഉണ്ടാക്കി തീർക്കുന്ന സുഖമല്ല. അകൃത്രിമമായി ഉറങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? ഒരു പ്രവൃത്തിയിൽ നിന്നും കിട്ടുന്നതല്ല. അതേമാതിരി ഒരാത്മസുഖം അവർക്ക് സംഭവിക്കും. ഭക്തി വിരാഗതാപൂർവം ആത്മജ്ഞാനം പ്രവർദ്ധയേത്. വൈരാഗ്യം വരുന്നതോടുകൂടി ഭക്തി ആത്മജ്ഞാനത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരും. സ്വാത്മബോധോസ്തു സർവേഷാം ത്വത് പ്രസാദാതിരേകത. അങ്ങയുടെ പ്രസാദാതിരേകത്താൽ എല്ലാവർക്കും ആത്മബോധം ഉണ്ടാകട്ടെ. 20/12/2023 ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് ഈ ആധാരം, ഈ പ്രതിഷ്ഠയുടെ ആധാരം. നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നു.
Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna,
Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, 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 Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna,
കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ
നാമസങ്കീർത്തനം. നമഃ പാർവതീപതയേ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദപ്രബോധകഃ. ഹരി 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 ഓം തസ്. നമുക്ക് എല്ലാവർക്കും കൂടി ഭംഗിയായിട്ട് ഒരു ഓങ്കാര ജപ തപസ് നടക്കണം. വായും മനസ്സൊക്കെ തുറന്ന് കൂടെ ജപിക്കണം എല്ലാവരും. ഹരി 3 തവണ. ഹരി ഹരി ഹരി. ഓ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ആദ്യമായിട്ടല്ല. 22 കൊല്ലം മുൻപാണ്, 21 കൊല്ലം മുൻപാണ് നമ്മൾ ആദ്യമായി ഇവിടെ കൂടിയത്. ശ്രീമദ് ഭാഗവതം ശ്രീധരീയ വ്യാഖ്യാനത്തോടു കൂടിയ സംസ്കൃതത്തിലുള്ള ഒരു പുസ്തകമുണ്ട്. അപൂർവമാണ്. ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിന് ശ്രീധരാചാര്യർ എഴുതിയിട്ടുള്ള ഒരു വ്യാഖ്യാന വിവരണമാണ് അതിലുള്ളത്. എന്ത് സംശയം വന്നാലും അവസാനം ആ പുസ്തകത്തെയാണ് നമ്മൾ ഒന്ന് കൺസൾട്ട് ചെയ്യുക, തുറന്നു നോക്കുക. ഇതെങ്ങനെയാണ് ഈ എഴുന്നള്ളിപ്പ് ഇവിടെ വന്നത് എന്നുള്ളത് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ ഒരു നിലയ്ക്ക് സ്ഥാപകയായ മാതാജി സുലഭാദേവി പ്രതിദിനം ശ്രീമദ് ഭാഗവതം വായിക്കുന്ന ആളായിരുന്നു. ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപനിഷത്തും ഭഗവത്ഗീതയും അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളാണല്ലോ വായിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമെല്ലാം. ശ്രീമദ് ഭാഗവതം അതിൽ പെട്ടിട്ടില്ല. നമ്മുടെ ശങ്കരാചാര്യർ പോലും ഒരു വാക്ക് പോലും ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷ്യങ്ങളിൽ ഉദ്ധരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ശ്രീമദ് ഭാഗവതം നോക്കാറില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ മാതാജി ദിവസേന ശ്രീമദ് ഭാഗവതം വായിക്കും. അവർക്ക് ശ്രീമദ് ഭാഗവതത്തിന് വലിയ താല്പര്യമാണ്. അപ്പോൾ ആശ്രമത്തിൽ ദിവസേന ഇത് വായിക്കുമ്പോൾ ചിലതൊക്കെ എന്നോട് ചോദിക്കുക, ചിലത് എഴുതണം. അപ്പോൾ ഞാൻ വിചാരിക്കേണ്ട ഈ ശ്രീമദ് ഭാഗവതത്തിന് മലയാളത്തിലൊരു വിവരണം എഴുതണമെന്ന്. ഞാനതിന് പുറപ്പില്ല. ഞാൻ എന്നെ പോലെ ഒരാളല്ല ഇത് ചെയ്യുക. അതിന് പണ്ഡിതന്മാരാരായി. അങ്ങനെ വിചാരിച്ച എളുപ്പത്തിലൊരാൾ 1 കൊല്ലം 1.5 കൊല്ലത്തിന് അത് വിവരണം എഴുതാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ താല്പര്യം ജനിപ്പിച്ച ഒന്ന് നമ്മുടെ മാതാജി സുലഭാദേവിയാണ്. പിന്നെ ഈ മുല്ലനേഴി മന ഇവിടുന്ന് വളരെയധികം ദൂരത്തല്ല. അവിടെ ഒരു സാവിത്രി അന്തർജനം ചെറുപ്പത്തിലേ വിധവയായി. അപ്പോൾ ഞാൻ ഭഗവത്ഗീതയെ പറ്റി തൃശ്ശൂരിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു. തന്നെയാണ് വന്നത്. ഞാനൊരു അന്തർജനാണ്, സാവിത്രി എന്നാണ് പേര്, ചെറുപ്പം മുതൽക്കേ വൈധവ്യമുള്ള ആളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അവർ ശ്രീമദ് ഭാഗവതം എടുത്ത് വായിക്കാൻ തുടങ്ങി. പിന്നെ അതിനെപ്പറ്റി പ്രചരിപ്പിക്കാൻ സപ്താഹങ്ങളൊക്കെ നടത്തി. ഈ ആശ്രമത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഊരകത്തിൽ കുറച്ച് മാസങ്ങൾ താമസിക്കുന്നുണ്ടായി. അവിടെ ക്ഷേത്രത്തിൽ എന്നെ ഉദ്ദേശിച്ച് അവർ വന്നൊരു സപ്താഹം നടത്തിയിട്ടുണ്ടായി. ഞാൻ ദിവസേന പോയത് കേൾക്കും. സ്വാമിജി എങ്ങനെയെങ്കിലും ഈ ശ്രീമദ് ഭാഗവതത്തിൽ താല്പര്യമെടുക്കണം എന്നെനിക്കുണ്ട് എന്ന് അവരോട് പറയുണ്ടായി. ഇങ്ങനെ മാതാജിയും ആ സാവിത്രി അന്തർജനവുമാണ് എനിക്ക് ശ്രീമദ് ഭാഗവതത്തിൽ താല്പര്യം ജനിക്കാനും ഇന്നിപ്പോൾ അതുപോലെയൊക്കെ ആവാനുള്ള കാരണം. അപ്പോൾ ഓണം വരാനൊരു മൂലെന്ന് പറയുമല്ലോ. പിന്നെ സാധാരണ നമ്മളുടെ ഇടയിലൊരു പഴമൊഴിയുണ്ട്, ചെറിയ തുടക്കത്തിൽ നിന്നാണ് വലിയ സംരംഭങ്ങൾ രൂപപ്പെടുക. എനിക്ക് ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രത്തെ പറ്റിയും പാർലിക്കാട്ട് നൈമിഷാരണ്യത്തെ പറ്റിയും അവിടെ സഭാനികേതൻ ഉയർന്നതിനെ പറ്റിയിട്ടുമൊക്കെ പറയാനുള്ളത് ഇതാണ്. ചെറിയൊരു തുടക്കമായിരുന്നു.
അന്ന് ഞാൻ അവിടെയുള്ള ഭക്തന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ. ഞങ്ങൾ സന്യാസിമാരടക്കം ഉൾപ്പെടുന്ന ഒരു ശ്രീമദ് ഭാഗവത തത്വ സമിതിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ സന്യാസിമാരാണ്. അങ്ങനെ വല്ല സന്യാസിമാരും അറിയപ്പെടാത്തവരുമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്ഥാനവും നിലയും വിലയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സത്രം വേണ്ടതുപോലെ നന്നായി മേപ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരി, അദ്ദേഹത്തിന് നമുക്ക് തോന്നുന്ന കൂറും കടപ്പാടും ആശ്രയവും. ശ്രീഹരിയുടെ സാന്നിധ്യത്തെ പറ്റി ഒന്നും പറയാനില്ല, സംശയിക്കാനുമില്ല. എന്തെങ്കിലും സംശയിക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നമുക്ക് തോന്നുന്ന ആശ്രയവും ഭക്തിയുമാണ്. അതിലാണ് ഏറ്റക്കുറച്ചിലും ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ വരിക. അതിലൊരു കുറവുമില്ലാതെ തോന്നും. നിങ്ങൾ ഈ സത്രം നടത്താൻ വേണ്ടി അവിടുന്ന് ഒരാളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം, കാല് നാട്ടാൻ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ അത് നടക്കില്ല. ഞങ്ങൾ സന്യാസിമാരാണ്. ഞങ്ങളുടേതായ ഒരു രീതിയും സമ്പ്രദായത്തിലുമാണ് ഇത് നടത്തുക. ഞങ്ങളെ ഇറക്കാൻ എന്ന് വെച്ചാൽ ഇറക്കാറുണ്ട്, ഭിക്ഷത്തുണ്ട്, അതൊരു സമ്പ്രദായമല്ല. അപ്പോൾ ഞങ്ങൾ നടത്തുമ്പോൾ അതിനൊരു വിശേഷം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരമകല്യാണനിധിയായ ശ്രീഹരിയോട് നിങ്ങൾക്ക് തോന്നുന്ന ഭക്തി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് ആ നാട്ടുകാർ വേണ്ടതുപോലെ ഉൾക്കൊണ്ടു എന്ന് വേണം പറയാൻ. അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പുരുഷോത്തമ സ്വാമിയുടെ അഭിലാഷപ്രകാരം ഇതിനി എല്ലാ കൊല്ലവും നടത്തുമെന്ന് നമുക്ക് വിചാരിക്കാമെന്ന്. അങ്ങനെ നടന്നിട്ട് 21 കൊല്ലം കഴിഞ്ഞ് 22ാമത്തെ കൊല്ലമാണത്. ഇന്നലെയും പോയി അവിടെ പോയപ്പോൾ വലിയ പൊടിയാണ്. നല്ല കാറ്റ് വരുമ്പോൾ നല്ല പൊടി ഉണ്ടാവുമല്ലോ. അപ്പോൾ പൊടിയും കാറ്റിലും ഇരുന്ന് വേണം കേൾക്കാൻ. മാത്രമല്ല ഊണ് കഴിക്കാനും അത് തന്നെയാണ്. അപ്പോൾ അത് മനസ്സിനൊരു വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം മനസ്സിലങ്ങനെ വെച്ചു. എന്നിട്ട് 1 കൊല്ലം ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു സൗകര്യം അതിന് ചെയ്യാം. അങ്ങനെയാണ് സഭാനികേതൻ എന്നൊരു സങ്കല്പം രൂപപ്പെട്ടത്. അപ്പോൾ ചിലരുടെ ഒരു അഭിപ്രായം എന്താണ്, കൊല്ലത്തിലൊരിക്കലും ഫംഗ്ഷൻ നടത്താനായിട്ട് ഒരു കെട്ടിടം കെട്ടേണ്ട ആവശ്യമുണ്ടോ? എന്നോടാരും നേരിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ അവിടെ ഇവിടെയൊക്കെ മുഴുവൂക്കുമെന്ന് പറയണത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കേട്ടാൽ തുറന്ന് സംസാരിക്കുമല്ലോ. തത്വം ഓരോന്നിൻ്റെയും പ്രഖ്യാപിക്കുന്നതാണ് ഭൂമാനന്ദ സ്വാമിയുടെ ഒരു സ്വഭാവം. ഒറ്റ ആൾ മിണ്ടരുതെന്ന് പറഞ്ഞാൽ. നമ്മുടെ പാർലമെൻറ്റ് എത്ര ദിവസം ഉപയോഗിക്കണമെന്നാണ് ചോദിച്ചത്. ഒരു കൊല്ലത്തിൽ എത്ര ദിവസം പാർലമെൻറ്റ് ഉപയോഗിക്കണം? ചില ഗസ്റ്റ് ഹൗസസൊക്കെ കെട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്. ക്രിക്കറ്റ് ഗ്രൗണ്ട് എത്ര ദിവസം ഉപയോഗിക്കുന്നു? ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ. അപ്പോൾ ഇവിടെ ഭക്തജനങ്ങൾ വരുന്നു, അവർക്ക് ഇരിക്കാനൊരു സൗകര്യം വേണമെന്ന് നമുക്ക് തോന്നുന്നു. ആ സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതാണ് ഉദ്ദേശം. പിന്നെ ഒരു കെട്ടിടം ഉണ്ടാകുമ്പോഴാണല്ലോ അതിൽ എന്താ നടക്കേണ്ടത്, നടത്താതിരിക്കേണ്ടതെന്നൊക്കെ ഒന്ന് ആലോചിക്കാൻ. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് നേരിട്ട് തുന്നി കണക്കാക്കി വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? കുട്ടി ജനിക്കണമല്ലോ, അപ്പോഴല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരാളും ഒന്നും മിണ്ടരുത്. നമുക്കങ്ങനെ തോന്നുന്നു, ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നു, സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യും. അതെന്തിനാ ഏതാന്നുള്ളൊരു ചോദ്യം മാത്രം ഒരാളുടെ മുമ്പിൽ നിന്നും ഉണ്ടാവണ്ട. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം പാർലമെൻറ്റ് എന്തിനാണ്? വാടകയ്ക്ക് എടുത്തോളൂ പാർലമെൻറ്റ്. അങ്ങനെ എന്തിനു പറയുന്നു? ഇപ്പോൾ സഭാനികേതൻ ഒരുവിധം വേണ്ടതുപോലെയായി. അപ്പോൾ എല്ലാവർക്കും വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് നോക്കി ഒന്ന് തൊഴുക എന്നൊരു സമ്പ്രദായത്തിന് എന്തെങ്കിലും. അപ്പോൾ ഈ മുറിയുടെ ഉള്ളിൽ ഒരു പടം വെച്ചാൽ മതി എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. അത് എല്ലാവരും കൂടി പുറത്ത് തന്നെ കാണത്തക്ക വിധത്തിൽ വല്ലവർക്കും വന്ന് തൊഴണമെങ്കിൽ ഒരു വിഗ്രഹമാക്കി കൊടുക്കാമെന്ന് തീരുമാനിച്ച് ഇന്നലെ ആ വിഗ്രഹം സ്ഥാപിച്ചു. പ്രതിഷ്ഠിക്കുകയല്ല, സ്ഥാപിക്കുകയാണ് ചെയ്തത്. എന്താ അങ്ങനെ പറയണേ എന്ന് ചോദിച്ചാൽ, സാധാരണ ഈ വിഗ്രഹം ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ താന്ത്രിക ആചാരപ്രകാരം പല വിധത്തിലുള്ള നിഷ്ഠയോടുകൂടി നടത്തുന്നതാണ്. അങ്ങനെ ഒന്നും അവിടെ നടത്തണ്ട. എല്ലാവർക്കും കാണാനായിട്ടൊരു വിഗ്രഹം കണ്ടതിന് ശേഷം ആ വിഗ്രഹം എന്തിൻ്റെ പ്രതീകമാണ്? എല്ലാ ദിക്കിലും നിറഞ്ഞ് ഉള്ളിലും പുറത്തും ഒരുപോലെ പരിലസിക്കുന്ന ഭഗവാന്റെ ഒരു പ്രതീകമാണത്. അപ്പോൾ ആ വിഗ്രഹത്തിൽ നോക്കി ഭഗവാനെ പറ്റി ആലോചിക്കാൻ സാധിക്കണം. വിഗ്രഹത്തെ നോക്കി ഭഗവാനെ പറ്റി ആലോചിക്കാൻ സാധിക്കണം. അതിനാണ് വിഗ്രഹം. ആ വിവരം എഴുതി ഒരു തകിടുണ്ടാക്കി അതിൻ്റെ അടിയിലിട്ട് ഇന്നലെ അത് പ്രതിഷ്ഠയല്ല സ്ഥാപിച്ച് ഇവിടെ പോന്നു. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇന്നലെ കൊടിയും ഉയർത്തുണ്ടായി. അപ്പോൾ സഭാനികേതൻ്റെ അംഗോപാംഗങ്ങൾ ഏതാണ്ട് മുഴുവനായി എന്ന് തന്നെ പറയാം. ഇനി ഇവിടുന്ന് ഈ ഭാഗവതം എഴുന്നള്ളിച്ച് കൊണ്ടുപോകാനുള്ള കാരണം
നമ്മുടെ മാതാജിക്ക് ശ്രീമദ് ഭാഗവതവുമായിട്ടുള്ള ആ ഒരു പരിചയം, അതിൻ്റെ പേരിലാണ് എനിക്ക് താല്പര്യമുണ്ടായത്. സാവിത്രിയന്ത്രജനും അതിലൊരു പങ്കാളിയാണ്. അപ്പോൾ അത് അവിടേക്ക് ഒരു എഴുന്നള്ളിപ്പായിട്ട് കൊണ്ടുപോവാണ്. ഈ കണ്ട കാലം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഭാഗവതം വായിക്കുന്നത് അതിൽ നിന്നല്ല, മറ്റു പുസ്തകങ്ങളിൽ നിന്നാണ് വായിക്കുക. അപ്പോൾ ഗുരുവായൂരിൽ നിന്ന് ഒരു വിഗ്രഹത്തിൻ്റെ എഴുന്നള്ളിപ്പ്, അത് കഴിഞ്ഞാൽ തിരുവല്ലാമയിൽ നിന്ന് ഒടിക്കൂറയുടെ എഴുന്നള്ളിപ്പ്, ഇന്നലെ പാർലക്കാട് ഗ്രാമപ്രദേശത്ത് മുഴുവൻ പ്രദക്ഷിണം വെച്ചു. നാളെയാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ ഇന്നാണ് ഈ ശ്രീമദ് ഭാഗവതം എഴുന്നള്ളിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാറുള്ളത്. ഇങ്ങനെ 4 എഴുന്നള്ളിപ്പാണ് ഇത് സംബന്ധിച്ച് നമ്മൾ നടത്താറുള്ളത്. അതിന് പ്രധാനമായിട്ടുള്ള ഒന്നാണിത്. നിങ്ങളെല്ലാവരും ഇതിൽ താല്പര്യമെടുത്ത് ഇവിടെ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഇവിടെ വരിക സ്വാമിജിക്ക് സന്തോഷമാവുക എന്നുള്ളത് അല്ല അതിൻ്റെ കാര്യം. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഭക്തിയും വിശ്വാസവും ഈശ്വരനോടുള്ള ആഭിമുഖ്യം കൂടുതൽ 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 കൂടുതലാവണം. ആ കൂടിക്കഴിഞ്ഞാൽ അത് എന്താ ഉണ്ടാവുക? ഈശ്വരനോട് നമ്മൾ നേരിട്ട് സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ ഹൃദയത്തിലാണ് ഈശ്വരനെ ഇവിടെ പ്രതിഷ്ഠിക്കുക. ആ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ തുറന്ന മനസ്സും ശുദ്ധമായ നിഷ്കളങ്കമായ മനസ്സും വേണം. ആ മനസ്സിലങ്ങോട്ട് പ്രതിഷ്ഠിക്കാൻ ഈശ്വരനെ സാധിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും. അതാണ് ഉദ്ദേശം. അത് ഈ ശ്രീമദ് ഭാഗവതത്തിലുള്ള പ്രസംഗ പരമ്പരകൾ, പ്രവചന പരമ്പരകൾ കേൾക്കുമ്പോൾ പലർക്കും അതുകൊണ്ട് വലിയ നേട്ടമുണ്ടാവുന്നു. ആ നാട്ടിൻ്റെ പരിസരങ്ങളിലുള്ളവരെല്ലാവരിലും ഈ ശ്രീമദ് ഭാഗവതത്തിലെ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ഊടും പാവുമായി തീർന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി സഭാനികേതനം ഉണ്ടായാൽ അപ്പോഴാണല്ലോ ആലോചിക്കുക. അപ്പോൾ എന്താ വേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ആദ്യമായി ഞങ്ങൾ നടത്തിയത് വിദ്യാർത്ഥികൾക്കുള്ള ഒരു ശിബിരമാണ്. 100 ചില്ലാനം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. എന്താ പറയുക, അവരുടെ കുടുംബങ്ങളിൽ അച്ഛനമ്മമാർക്കൊക്കെ വലിയ 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 സന്തോഷമാണ്. 1-2 കുട്ടികൾ ആ ശിബിരത്തിൻ്റെ അവസാനത്തിൽ സംസ്കൃതത്തിലാണ് അവരുടെ അഭിപ്രായം പറഞ്ഞ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം കാര്യവത്തായിരുന്നു. കുട്ടികളെ കളിക്കാൻ അനുവദിച്ചിരുന്നു. കളിക്കാനായിട്ട് കുറേ സമയം കൊടുത്ത് ആ പറമ്പിലൊക്കെ ഓടി നടന്ന് കളിക്കേണ്ടായി. ഇനി ഒരു വിദ്യാർത്ഥി ശിബിരം നടത്താൻ വളരെ നന്നായി നടത്തണം തന്നെയാണ് ഞങ്ങൾക്ക് അഭിപ്രായം. അത് വിട്ടൊരു കാര്യം ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസങ്ങളിലും ശനിയാഴ്ച തോറും അവിടെ ഒരു സത്സംഗം, പൂർണ്ണദിന സത്സംഗം നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രവക്താവിനെ ആരെങ്കിലും വിളിച്ച് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് അതൊരു രണ്ടാമത്തെ എല്ലാ മാസത്തിലും 2ാം ശനിയാഴ്ച ആണത്. അപ്പോൾ അതിൽ ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ സപ്താഹ രൂപത്തിൽ ഒരു ഓട്ടപ്രദക്ഷിണമാണ് ഇതിൽ നടത്തുക. ആ പ്രദക്ഷിണം നടത്തിയാൽ പോരാ, അത് വിശേഷപ്പെട്ട ഒരു ശാസ്ത്രമാണ്. മനുഷ്യ ജീവിതത്തെ, മനുഷ്യ വ്യക്തിത്വത്തെ, ലോകത്തിൻ്റെ ഘടനയെ, ലോകവുമായി നാം നടത്തുന്ന സമ്പർക്കത്തെ, അങ്ങനെ മനുഷ്യൻ്റെ വ്യക്തിത്വം, ലോകത്തിൻ്റെ ഘടന, അതുമായിട്ടുള്ള സമ്പർക്കം, ജീവിതത്തിൻ്റെ ഒട്ടാകെയുള്ള വിശകലനം, വിലയിരുത്തൽ, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ശാസ്ത്രം. ശാസ്ത്രം എന്ന വാക്കിന് തന്നെ അർത്ഥം എന്ത് കാര്യമെടുത്താലും അതിൻ്റെ ഗുണദോഷം വേണ്ടതുപോലെ വിശകലനം ചെയ്ത് മനുഷ്യരെ ഉദ്ബോധിപ്പിക്കുന്നത് എന്നാണ് ശാസ്ത്രത്തിൻ്റെ അർത്ഥം. എന്ത് കാര്യത്തെക്കുറിച്ചും ശാസ്ത്രം എടുക്കാം. അങ്ങനെയാണ് നാട്യശാസ്ത്രം, നടനശാസ്ത്രം, നടക്കുന്നതിനെക്കുറിച്ച്, ഭക്ഷണത്തിനെക്കുറിച്ച്, കിടക്കുന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് എന്താ പറയുക, ഭക്ഷണം കഴിക്കണം, കുറച്ച് നേരം കിടക്കണം, അത് ഇടത്തോട്ട് ചെരിഞ്ഞ് കിടക്കണം എന്ന് നിർബന്ധമാണ്. അവിടെയാണ് വിശേഷം. ഡിയോഡിനോ ഇവിടെയൊക്കെ ഉള്ള സ്ഥലത്തിന് ചെരിഞ്ഞ് കിടന്നാലാണ് നന്നായിരിക്കുക. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ വന്നു. ഇത് മുമ്പ് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശാസ്ത്രം ഒന്ന് എടുത്ത് ഉദ്ധരിച്ച് ഇന്ന ശാസ്ത്രത്തിലാണ് ഇത്ര കാലം മുമ്പ് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ എന്തിനെക്കുറിച്ചും ശാസ്ത്രമുണ്ടാക്കാം. ശ്രീമദ് ഭാഗവതം അതിനാൽ മനുഷ്യൻ്റെ വ്യക്തിത്വം എന്താണ്, ലോകത്തിൻ്റെ ഘടനയെന്ത്, ലോകവുമായി സമ്പർക്കം നടത്തുന്നതിനുള്ള കലയും ശാസ്ത്രവും എന്താ, ജീവിതം തന്നെ എന്താണെന്ന് വിശകലനം ചെയ്ത് ഉദ്ബോധിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് പറയുന്നത് കേൾക്കുന്നതോറും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിനും ബുദ്ധിക്കും വികാസം, സൂക്ഷ്മത, ശക്തി, ഓരോന്നും സഹിക്കാനുള്ള ശക്തി, ബുദ്ധിമുട്ടുകളും പ്രകൃതികളുമെല്ലാം തരണം ചെയ്യാനുള്ള കൗശലം, ബുദ്ധിയെല്ലാം ഉണ്ടാവും. ഇത്തവണ ഞാൻ അവിടെ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണൻ
2 ഉപദേശങ്ങൾ നൽകിയത്. രണ്ടാമത്തെ അന്തിമമായ ഉപദേശം ഉദ്ധവിന് നൽകിയതാണ് തുടങ്ങി വയ്ക്കാൻ പോകുന്നത്. അവർ നിങ്ങളുടെ എല്ലാ കൊല്ലവും അത് തന്നെ പറയണമെന്നാണ് സാധിക്കുന്നത് വരെ. എൻ്റെ ശരീരത്തിന് വിഷമുള്ള സമയമാണല്ലോ, എങ്ങനെ ഉണ്ടാവും എന്തുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും വന്നത് നന്നായി. നമുക്കിതാ പുറപ്പെടാം. ഗോവിന്ദനാമ സങ്കീർത്തനം നമഃ പാർവതീപതയേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം, നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഃ, തമേവ ഭാന്തമനുഭാതി സർവം, തസ്യ ഭാസാ സർവമിദം വിഭാതി. യോ വേദാദൗ സ്മരപ്രോക്തോ വേദാന്ते च प्रतिष्ठितः, तस्य प्रकृतिलीनस्य यः परः स महेश्वरः. यथा नद्यस्यन्दमानाः समुद्रे अस्तं गच्छन्ति नामरूपे विहाय, तथा विद्वान् नामरूपात् विमुक्तः Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna.
Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare 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 Rama, Hare Rama, Rama Rama, 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna,